പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 50 ഫിസിക്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC LGS എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ചോദ്യങ്ങളോടൊപ്പം നമ്മൾ അതത് SCRT ചാപ്റ്ററുകൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ ചോദ്യങ്ങളും കാണാൻ ശ്രമിക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിൽ കൂടിയാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിൽ കൂടിയാണ്? ഉത്തരം, ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നിപ്പിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞതായി തോന്നിപ്പിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം, അപവർത്തനമാണ്. നമ്മളൊരു പെൻസിലോ പേനയോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് ആ പെൻസിൽ പൊളിഞ്ഞു പോയത് മുറിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് അപവർത്തനം. പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപവർത്തനത്തിന് കാരണം. പ്രകാശിക സാന്ദ്രത എന്ന് വെച്ചാൽ പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഗ്ലാസിൻ്റെ പ്രകാശിക സാന്ദ്രത വളരെ കൂടുതലാണ്. പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത് അതിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം കുറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു. ഗ്ലാസ്സിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം കുറവാണ് ഇതിനെ അപേക്ഷിച്ച്, ജലത്തെ അപേക്ഷിച്ച്. കാരണം ജലത്തിലെ പ്രകാശിക സാന്ദ്രത കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? പ്രകാശത്തിൻ്റെ വേഗം കൂടും. പ്രകാശിക സാന്ദ്രത കുറയുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗം കൂടും. അതേപോലെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് രണ്ടും. വിപരീത അനുപാതമാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശത്തിൻ്റെ വേഗം കുറയും. അപ്പോൾ രണ്ട് മാധ്യമങ്ങൾ തമ്മിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റേ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുന്ന സമയത്ത് അവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കും. ഇതാണ് ഈ അപവർത്തനം എന്നറിയപ്പെടുന്നത്. ഈ അപവർത്തനം സംഭവിച്ചാൽ നമുക്ക് എന്താ പറയുക, പെന്ന് മുറിഞ്ഞതായിട്ട് തോന്നും, കമ്പ് വളഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്നറിയപ്പെടുന്നത്. ഇതിന് കാരണം മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലെ വ്യത്യാസമാണ്. അടുത്ത ചോദ്യം പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഓപ്ഷൻസ് സെലിനോളജി, കോസ്മോളജി, അക്കൂസ്റ്റിക്സ്, ഒപ്റ്റിക്സ്. ഇതിലേതാണ് പ്രകാശത്തെക്കുറിച്ചിട്ടുള്ള പഠനം? ഉത്തരം ഏതാണ്? ഒപ്റ്റിക്സ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ പ്ലവക്ഷമ ബലത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? താഴെ പറയുന്നതിൽ പ്ലവക്ഷമ ബലത്തെ ആശ്രയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ 1ഉം 3ഉമാണ് ആൻസർ. അതായത് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും വസ്തുവിൻ്റെ വ്യാപ്തവുമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത്. എന്താണിപ്പോൾ പ്ലവക്ഷമ ബലം എന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിലെ ദ്രവബലം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് പ്ലവക്ഷമ ബലത്തെ പറ്റി പറയുന്നത്. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ മുങ്ങിയിരിക്കുന്ന സമയത്ത് ആ ദ്രവം വസ്തുവിൻ്റെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലമാണ് പ്ലവക്ഷമ ബലം. ഈ പ്ലവക്ഷമ ബലം മൂലമാണ് കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കുന്നതുമൊക്കെ പ്ലവക്ഷമ ബലം മൂലമാണ്. അപ്പോൾ ദ്രവബലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്ന് ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും മറ്റൊന്ന് വസ്തുവിൻ്റെ വ്യാപ്തവും. അടുത്ത ചോദ്യം, സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാർഗം മുഖേനയാണ്? സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് വഴിയാണെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വികിരണമാണ്. 7ാം ക്ലാസ്സിലെ താപം ഒഴുകുന്ന വഴികൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് വികിരണം എന്ന് പറയുന്ന ഒരു താപപ്രശ്ന രീതിയെ പറ്റി പറയുന്നുണ്ട്. വികിരണം കൂടാതെ ചാലനം, സംവഹനം എന്നിങ്ങനെയുള്ള രീതികളെ പറ്റി കൂടി പറയുന്നുണ്ട്. വികിരണം എന്ന് പറയുന്നത് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്നറിയപ്പെടുന്നത്. തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നതും ഇൻക്യുബേറ്ററിലുള്ള മുട്ട വിരിയുന്നതും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നതുമൊക്കെ വികിരണം വഴിയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെയാണ് വികിരണം വഴി താപപ്രശ്നം നടക്കുന്നത്. അടുത്ത ചോദ്യം, ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം ബൈഫോക്കൽ ലെൻസാണ്. ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും 2 നേത്ര വൈകല്യങ്ങളാണ്. ഹ്രസ്വദൃഷ്ടി എന്ന് വെച്ചാൽ അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ ദൂരെയുള്ള വസ്തുക്കളെ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ പറ്റൂല. ഈ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്.
അത്തരം നേത്രപരിമിതിക്ക് പരിഹാരം എന്ന് പറയുന്നത് കോൺകേവ് ലെൻസാണ്. അതായത് ഹ്രസ്വദൃഷ്ടി മാത്രമുള്ള ഒരാൾക്ക് കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. അതേസമയം ദീർഘദൃഷ്ടി എന്ന് വെച്ചാലോ നേരെ ഓപ്പോസിറ്റ്. അകലെയുള്ള വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, പക്ഷെ അടുത്തുള്ള വസ്തുവിനെ കാണാൻ പറ്റൂല. ഇത്തരക്കാർ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും ഒരുമിച്ച് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ് ബൈഫോക്കൽ ലെൻസ്. അടുത്ത ചോദ്യം, സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് മിററാണ് നമ്മൾ സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ധ്രുവപ്രദേശത്തെ ഭൂഗുരുത്വ ത്വരണം എത്രയാണ്? ഭൂമിയുടെ ധ്രുവപ്രദേശത്തെ ഭൂഗുരുത്വ ത്വരണം എത്രയാണ്? ഉത്തരം 9.83 മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂഗുരുത്വ ത്വരണത്തിന്റെ മൂല്യം 9.83 മീറ്റർ/സെക്കൻഡ് ആണ് ധ്രുവപ്രദേശത്ത്. അതേസമയം ഇത് ഭൂമധ്യരേഖാ പ്രദേശത്ത് 9.78 മീറ്റർ/സെക്കൻഡ് ആണ്. 9.83 മീറ്റർ/സെക്കൻഡ് ധ്രുവപ്രദേശത്ത്, 9.78 മീറ്റർ/സെക്കൻഡ് അത് ഭൂമധ്യരേഖാ പ്രദേശത്താണ് ഭൂഗുരുത്വ ത്വരണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണം എത്രയാണ്? ചന്ദ്രനിലെ ഭൂഗുരുത്വ ത്വരണം എത്രയാണ്? ഉത്തരം 1.62 മീറ്റർ/സെക്കൻഡ് ആണ് ചന്ദ്രനിലെ ജിയുടെ മൂല്യം. അടുത്ത ചോദ്യം, ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസത്തിന്റെ പേരെന്താണ്? ഉത്തരം എന്താണ്? കേശികത്വമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറമേത്? താഴെ പറയുന്നവയിൽ പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്ത നിറമേത്? ഉത്തരം ഏതാണ്? മഞ്ഞയാണ് പ്രാഥമിക വർണ്ണങ്ങളിൽ പെടാത്തത്. ചുവപ്പ്, നീല, പച്ച എന്നിവ പ്രാഥമിക വർണ്ണങ്ങളാണ്. മഞ്ഞ, സയൻ, മജന്ത എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഈ പ്രാഥമിക വർണ്ണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രാഥമിക വർണ്ണങ്ങളെ മറ്റു വർണ്ണങ്ങളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ 2 പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ നമുക്ക് ദ്വിതീയ വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റു വർണ്ണങ്ങൾ കൂടിച്ചേർത്ത് പ്രാഥമിക വർണ്ണങ്ങൾ നിർമ്മിക്കാൻ പറ്റൂല, എന്നാൽ ഇവ ഉപയോഗിച്ച് മറ്റു വർണ്ണങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ നിർമ്മിക്കുന്നതാണ് ദ്വിതീയ വർണ്ണങ്ങൾ. പച്ചയും ചുവപ്പും ചേർന്നാണ് മഞ്ഞ എന്ന് പറയുന്ന ദ്വിതീയ വർണ്ണം ഉണ്ടാവുന്നത്. അതേപോലെ പച്ചയും നീലയും ചേർന്നിട്ടാണ് സയൻ ഉണ്ടാവുന്നത്. നീലയും ചുവപ്പും ചേർന്നിട്ടാണ് മജന്ത എന്ന് പറയുന്ന കളർ ഉണ്ടാവുന്നത്, ദ്വിതീയ വർണ്ണം ഉണ്ടാവുന്നത്. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളും പച്ചയും നീലയും ചുവപ്പും സംയോജിപ്പിച്ചിട്ടാണ് ധവളപ്രകാശം നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നത്. ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഉത്തരം ഡയോപ്റ്റർ ആണ്. ലെൻസിന്റെ പവർ അളക്കുന്നത് ഡയോപ്റ്റർ വെച്ചിട്ടാണ്. ലെൻസിന്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമത്തെയാണ് എന്ത് പറയുന്നത്? ലെൻസിന്റെ പവർ എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ F കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ പവർ P എന്ന അക്ഷരം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ P എന്ന് പറയുന്നത് 1/F ആണ്. ഫോക്കസ് ദൂരത്തിന്റെ വീൽക്രമമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ തന്നെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെൻസിന്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ തരാം, അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലെൻസിന്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണെന്ത്? ഡയോപ്റ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ഉത്തരം എന്താ? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവരുടെ ശരാശരി ദൂരത്തിന്റെ ക്യൂബിന് അനുപാതികമായിരിക്കും. ഇത് കെപ്ലറുടെ എത്രാം നിയമമാണ്? ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിന്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവരുടെ ശരാശരി ദൂരത്തിന്റെ ക്യൂബിന് അനുപാതികമായിരിക്കും. ഇത് കെപ്ലറുടെ എത്രാം നിയമമാണ്? ഉത്തരം എന്താണ്? 3-ാം നിയമമാണിത്. കെപ്ലറുടെ 3 നിയമങ്ങളാണുള്ളത്. 1, 2, 3. ഒന്നാമത്തെ നിയമം പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. രണ്ടാമത്തെ നിയമം പറയുന്നത് ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. ഇതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമമാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. 3 നിയമങ്ങളാണ് കെപ്ലർക്കുള്ളത്. അപ്പോൾ ഇത് 3-ാമത്തെ നിയമമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ്? ഉത്തരം എന്താണ്? ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കും. അടുത്ത ചോദ്യം, ഏറ്റവും ശക്തമായിട്ടുള്ള ബലം ഏതാണ്? ഏറ്റവും ശക്തമായിട്ടുള്ള ബലം ഏതാണ്? ഉത്തരം ന്യൂക്ലിയർ ബലമാണ്. അതേസമയം പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഗുരുത്വാകർഷണ ബലം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്?
വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? ഉത്തരം എന്താണ്? അഡ്ഹീഷൻ ബലമാണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്നത്. അതേസമയം ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ അത് കൊഹിഷൻ ബലമെന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം കാവൻഡിഷ് ആണ് ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം കണ്ടുപിടിച്ചത് കാവൻഡിഷ് ആണ്. അടുത്ത ചോദ്യം, ബ്ലെയ്സ് പാസ്കൽ ഏത് രാജ്യക്കാരനായിരുന്നു? ബ്ലെയ്സ് പാസ്കൽ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ബ്ലെയ്സ് പാസ്കൽ ഫ്രാൻസ് രാജ്യക്കാരനായിരുന്നു, ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിരുന്നു. പാസ്കലാണ് പാസ്കൽ നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീരം ചൂട് പിടിപ്പിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീരം ചൂട് പിടിപ്പിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? ഉത്തരം എന്താണ്? ഉത്തരം വിസ്കോസിറ്റി ആണ്. ദ്രാവകങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ് വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നത്. അതായത് ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ഇങ്ങനെ ഘർഷണ ബലം ഉളവാക്കാനുള്ള ദ്രാവകങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ് വിസ്കോസിറ്റി എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ വിസ്കോസിറ്റി കൂടിയൊരു ദ്രാവകമാണ് തേൻ എന്ന് പറയുന്നത്. തേൻ, ഗ്ലിസറിൻ, ആവണക്കെണ്ണ തുടങ്ങിയവയൊക്കെ വിസ്കോസിറ്റി കൂടുതലാണ്. അതേസമയം മണ്ണെണ്ണ, പെട്രോൾ, ക്ലോറോഫോം ഇവയ്ക്കൊക്കെ വിസ്കോസിറ്റി കുറവാണ്. അപ്പോൾ ജലത്തിനേക്കാളും വിസ്കോസിറ്റി കൂടിയവയാണ് തേൻ, ഗ്ലിസറിൻ, ആവണക്കെണ്ണ. ജലത്തിനേക്കാളും വിസ്കോസിറ്റി കുറഞ്ഞവയാണ് മണ്ണെണ്ണ, പെട്രോൾ, ക്ലോറോഫോം. തേനും ജലവും നമ്മൾ ഒരുമിച്ച് ഒഴുക്കുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഒഴുകുന്നത് എന്തായിരിക്കും? ജലമായിരിക്കും. അതുതന്നെയാണ് വിസ്കോസിറ്റി കൂടിയ ഒരു ദ്രാവകമാണ് തേനെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഷോക്ക് ഏൽക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരം ചൂട് പിടിപ്പിക്കാൻ പറയുന്നത്? അതിന് പിന്നിലെ ശാസ്ത്രതത്വം വിസ്കോസിറ്റി എങ്ങനെയാവുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ അയാളുടെ താപനില പെട്ടെന്ന് കുറയും. താപനില കുറയുമ്പോൾ വിസ്കോസിറ്റി കൂടുന്നാണ് പറയുക. താപനില കുറയുമ്പോൾ വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം കട്ടപിടിക്കും. കട്ടപിടിക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കാൻ കഴിയാതെ വരും. ആ സമയത്ത് അയാൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതാഘാതം ഏൽക്കുന്ന ഒരാളുടെ ശരീരം പെട്ടെന്ന് ചൂട് പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ നോർമൽ ആവും, വിസ്കോസിറ്റി കുറയും, രക്തം ഒഴുകാൻ തുടങ്ങും. അതാണ് വിസ്കോസിറ്റിയാണ് ഇതിന് പിന്നിലുള്ള ശാസ്ത്ര തത്വം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാഹനങ്ങളിൽ റിയർ വ്യൂ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം ഈസിയാണ്. കോൺവെക്സ് മിററാണ് നമ്മൾ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ കോൺവെക്സ് ദർപ്പണത്തിന് വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്താണ്? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്താണ്? ഉത്തരം അപവർത്തനമാണ്. അടുത്ത ചോദ്യം, സോപ്പ് കഷ്ണമെടുത്ത് ജലോപരിതലത്തിൽ സ്പർശിച്ചാൽ എന്താണ് സംഭവിക്കുക? സോപ്പ് കഷ്ണമെടുത്ത് ജലോപരിതലത്തിൽ സ്പർശിച്ചാൽ എന്താണ് സംഭവിക്കുക? ഉത്തരം ജലത്തിൻ്റെ പ്രതലബലം കുറയും. ജലത്തിന് പ്രതലബലം ഉണ്ടെന്ന് നമുക്കറിയാം. പ്രതലബലം എന്ന് വെച്ചാൽ ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായിട്ടുള്ള ബലത്തിനെയാണ് നമ്മൾ ജലത്തിൻ്റെ പ്രതലബലം എന്ന് പറയുന്നത്. ഈ പ്രതലബലം ഉള്ളത് കൊണ്ടാണ് ചില പ്രാണികൾ ജലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നത്, ജലത്തിൻ്റെ മുകളിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത്, ജലം ഗോളാകൃതി വെള്ളത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതൊക്കെ ഈ പ്രതലബലം മൂലമാണ്. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് സോപ്പിന് പ്രതലബലം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലീനിങ് വാഷിങ്ങിനൊക്കെ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോപ്പിന് പ്രതലബലം കുറയ്ക്കാൻ പറ്റും. അതാണ് സോപ്പിൻ്റെ സവിശേഷത. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വസ്തുക്കളുടെ മാസും അവ തമ്മിലുള്ള അകലവും ബന്ധിപ്പിച്ചുകൊണ്ട് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വസ്തുക്കളുടെ മാസും അവ തമ്മിലുള്ള അകലവും ബന്ധിപ്പിച്ചുകൊണ്ട് ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ന്യൂട്ടൺ ആണ്. അടുത്ത ചോദ്യം, ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി ഏതാണ്? ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി ഏതാണ്? ഉത്തരം വവ്വാലാണ്. അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്, ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വവ്വാല് ഇരയെ പിടിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ്? താഴെ പറയുന്നതിൽ സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ്? ഓപ്ഷൻസിൽ എല്ലാം തുല്യമാണ്. ഉപ്പുവെള്ളം, മണ്ണെണ്ണ, ജലം. ഇതിലേതിലാണ് സാന്ദ്രത കൂടുതൽ? ഉത്തരം ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളത്തിനാണ് സാന്ദ്രത കൂടുതൽ. ജലത്തിനേക്കാളും സാന്ദ്രത കൂടുതലാണ് ഉപ്പുവെള്ളത്തിന്. മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. അടുത്ത ചോദ്യം,
വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഇത് താഴെ പറയുന്നവയിൽ ഏത് ഉപയോഗിച്ചിട്ടാണ്? വസ്തുവിൻ്റെ ഉയരത്തെ അപേക്ഷിച്ച് പ്രതിബിംബത്തിൻ്റെ ഉയരം എത്ര മടങ്ങാണെന്ന് സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഉപയോഗിച്ചിട്ടാണ്? ഉത്തരം ആവർത്തനമാണ്. ആവർത്തനം എന്ന് പറയുന്നത് പ്രതിബിംബത്തിൻ്റെ ഉയരം ബൈ വസ്തുവിൻ്റെ ഉയരമാണ്. അതായത് ഒരു അനുപാത സംഖ്യയാണ് ഈ ആവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസം ഏതാണ്? ധവളപ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഉത്തരം പ്രകീർണനമാണ്. നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാവും. 7ാം ക്ലാസ്സിലൊക്കെ ആ പരീക്ഷണമുണ്ട്. അതായത് ഒരു പ്രിസത്തിലൂടെ നമ്മൾ ടോർച്ചിലെ ലൈറ്റ് കടത്തിവിടുന്ന സമയത്ത് ചുമരിൽ മഴവില്ലുണ്ടാവുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഈ ടോർച്ചിലെ ലൈറ്റ് പറയുന്നത് ധവളപ്രകാശമാണ്. അത് പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അത് 7 വർണ്ണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസമാണ് എന്ത്? പ്രകീർണനം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായിട്ടുള്ള ബലം എന്താണ്? ഗ്ലാസ്സിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതുമായിട്ട് കാരണമായിട്ടുള്ള ബലം എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് അഡ്ഹീഷൻ ബലമാണ്. കാരണം എന്താ? അഡ്ഹീഷൻ ബലം എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഗ്ലാസിൻ്റെ തന്മാത്രയും അതേപോലെ വെള്ളത്തിൻ്റെ തന്മാത്രയും എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം തന്മാത്രകളാണ്. അപ്പോൾ അവ തമ്മിൽ പറ്റിപ്പിടിക്കാൻ കാരണമായിട്ടുള്ള ബലം അഡ്ഹീഷൻ ബലമായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് മിററാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ഉത്തരം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ജലത്തിൻ്റെ സാന്ദ്രത. സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ മാസ് ബൈ വ്യാപ്തമാണ്. മാസിൻ്റെ യൂണിറ്റാണ് കിലോഗ്രാം, വ്യാപ്തത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ ക്യൂബ്. അപ്പോൾ സാന്ദ്രത യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അടുത്ത ചോദ്യം, മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ഈ പ്രസ്താവന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ഈ പ്രസ്താവന ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പാസ്കൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തത്വമാണിത്. പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല. ബ്ലൈസ് പാസ്കലാണ് ഇത് ആവിഷ്കരിക്കുന്നത്. പാസ്കൽ നിയമം പറയുന്നത് ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ അനുഭവപ്പെടുന്നുവെന്നാണ്. ഹൈഡ്രോളിക് ജാക്കും അതേപോലെ വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്കൊക്കെ ഈ പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ മർദ്ദം ഉപയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നത് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റാരി മെസ്സഞ്ചർ ആരുടെ പുസ്തകമാണ്? സ്റ്റേറി മെസ്സഞ്ചർ ആരുടെ പുസ്തകമാണ്? ഉത്തരം ഗലീലിയോയുടെ പുസ്തകമാണിത്. അടുത്ത ചോദ്യം, മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഉത്തരം മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുകയാണ് ചെയ്യുന്നത്. ജഡത്വം എന്ന് വെച്ചാൽ ഇനേർഷ്യ. 2 തരത്തിലുള്ള ജഡത്വമാണുള്ളത്. ഒന്ന് നിശ്ചല ജഡത്വവും മറ്റൊന്ന് ചലന ജഡത്വമാണ്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്ത്? ജഡത്വം എന്നറിയപ്പെടുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ബസ് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പിലോട്ട് ആയുന്നുണ്ട്. അതിന് കാരണം ചലന ജഡത്വമാണ്. അതേസമയം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ബസ്സിൽ നമ്മൾ കയറിയിരുന്നു, ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിറകിലോട്ടായി. അതിന് കാരണം നിശ്ചല ജഡത്വമാണ്. അപ്പോൾ എന്താണ് ചലന ജഡത്വം, എന്താണ് നിശ്ചല ജഡത്വം എന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സൂര്യകളങ്കങ്ങളെക്കുറിച്ച് ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സൂര്യകളങ്കങ്ങളെക്കുറിച്ച് ഡിസ്കോഴ്സ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഗലീലിയോ ആണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഉത്തരം ഗതികോർജ്ജമാണ് ചലനം കൊണ്ട് ലഭിക്കുന്നത്. സ്ഥിതികോർജ്ജം സ്ഥാനം കൊണ്ടാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ബാരോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ ചലനാവസ്ഥയിലോ തുടരുന്നതാണ്. ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ്?
അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ്? ഉത്തരം ഇത് 1-ാം ചലന നിയമമാണ്. 3 ചലന നിയമങ്ങളാണുള്ളത്. ഇതാണ് 1-ാമത്തെ ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമമാണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് എത്രാമത്തെ ചലന നിയമമാണ്? ഉത്തരം ഇത് 3-ാമത്തെ ചലന നിയമമാണ്. അടുത്ത ചോദ്യം, ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? ഐസക് ന്യൂട്ടന് സർ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1705-ലാണ് സർ പദവി ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ട ഭൗതിക അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദിശ കൂടി പ്രസ്താവിക്കേണ്ട ഭൗതിക അളവുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സദിശ അളവുകളാണ്. ത്വരണം, വെലോസിറ്റി, അതേപോലെ തന്നെ സ്ഥാനാന്തരം, ഇവയൊക്കെ സദിശ അളവുകളാണ്. ഇവയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ദിശ കൂടി പ്രസ്താവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതിയാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയാൻ സഹായിക്കുന്നത് ഏത് താപപ്രേരണ രീതി വഴിയാണ്? ഉത്തരം വികിരണമാണ്. മാധ്യമങ്ങളുടെ സഹായമില്ലാതെയാണ് വികിരണം നടക്കുന്നത്. അടുത്ത ചോദ്യം, കരക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറ്? കരക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറ്? ഉത്തരം കരക്കാറ്റ് അനുഭവപ്പെടുന്നത് രാത്രി സമയത്താണ്. അതേസമയം കടൽക്കാറ്റ് അനുഭവപ്പെടുന്നത് പകൽ സമയത്താണ്. അടുത്ത ചോദ്യം, ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് താപപ്രേഷണ രീതിയിലൂടെയാണ്? ഖരവസ്തുക്കളിൽ താപ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് താപപ്രേഷണ രീതിയിലൂടെയാണ്? ഉത്തരം ചാലനത്തിലൂടെയാണ് ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും ആരം കുറഞ്ഞ ഭാഗം ഏത്? ഭൂമിയുടെ ഏറ്റവും ആരം കുറഞ്ഞ ഭാഗം ഏതാണ്? ഉത്തരം ധ്രുവപ്രദേശത്താണ് ഏറ്റവും കുറവ് ആരം. അതേസമയം ഭൂമധ്യരേഖാ പ്രദേശത്ത് ആരം വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഉത്തരം ചാലനമാണ്. അടുത്ത ചോദ്യം, ഭാരം അളക്കുന്ന ഉപകരണം ഏതാണ്? ഭാരം അളക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭാരം അളക്കുന്നത്. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഈസിയാണ്, ഐസക് ന്യൂട്ടൻ ആണ്. അടുത്ത ചോദ്യം, ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് താപപ്രേഷണ രീതിയിലൂടെയാണ്? ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് താപപ്രേഷണ രീതിയിലൂടെയാണ്? ഉത്തരം സംവഹനം വഴിയാണ് അവിടെ താപപ്രേഷണം നടക്കുന്നത്. ഖരവസ്തുക്കളിൽ ചാലനം വഴി, ദ്രാവകങ്ങളിൽ സംവഹനം വഴി. ഇനി മാധ്യമങ്ങളുടെ സഹായമില്ലാതെ താപപ്രേഷണം നടക്കുന്നതാണ് വികിരണം. അടുത്ത ചോദ്യം, 50-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ആകൃതി എന്താണ്? നിങ്ങളുടെ ഉത്തരം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഭൂമിയുടെ ആകൃതി എന്താണ്? അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയത്തെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ.